ഫയർഫോഴ്സിനൊക്കെ അപ്പോൾ എല്ലാം എന്തൊക്കെ അവരെ സഡൻ SP വയനാട് ജില്ല മൊത്തം അലർട്ടാക്കി ഫയർഫോഴ്സിനൊക്കെ വിട്ടു. അപ്പോൾ ഇവർ അവിടെ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവിടുത്തെ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് സഹായിക്കാൻ പോയി. അങ്ങനെ ഒരു വർഷത്തിൽ വരെ വെള്ളം കയറി എങ്ങനെയൊക്കെ ചളി നീന്തി ഇപ്പോഴെത്തിയത്. അതുകൊണ്ട് മാത്രം ഇവർ രക്ഷപ്പെടും. ഞാൻ അവർ നിൽക്കുന്ന വീട് ഞാൻ കാണിച്ചുതരാം. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച നാട്ടിൽ 10 പേരുണ്ട് HFSയിരുന്നു. അപ്പോൾ അവരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് സാർ ഇതാണ് ഇപ്പോൾ അവർ പ്രസൻറ്റ് ഉള്ള വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങൊക്കെ അവർ തരും. ഇപ്പോൾ എൻ്റെ മോളുടെ വീടാണ് ഈ ആ വീടിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നാണ് ഉരുള് പൊട്ടിയിട്ട് വന്നത്. എന്താണ് സാർ അപ്പോൾ ഞങ്ങൾ ആ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇത് ചൂരൽമല. ഇതാണ് ബെയിലിപ്പാലം, മറ്റേ മിലിറ്ററിക്കാർ കെട്ടില്ലേ ബെയിലിപ്പാലം. ഇതാണ് അത് ഇവിടെയാണ് ഇവർ അങ്ങനത്തെ അവിടുന്ന് വീട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ വീടുണ്ട്, അതും കൂടി ഒളിച്ചു പോയി. ഇവർ താമസിച്ചു പോകും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയി രക്ഷപ്പെട്ടു സാർ. അപ്പോൾ അവിടുന്ന് ഇവരെ വാപ്പാൻ്റെ അനിയനും മക്കളും പേരക്കുട്ടികളും, അതേമാതിരി ഇവരെ വേറെ ഒരു വാപ്പാൻ്റെ അനിയനുണ്ട്, അവരെ മക്കളും പേരക്കുട്ടികളും എല്ലാം പോയി. തൊട്ടടുത്ത് 14 പേര്, ഉപ്പന്റെ 2 അനിയന്മാര്, ഭാര്യമാര്, പേരക്കുട്ടികള്, എല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടുകാരും എല്ലാവരും പോയി. ഇല്ല സാർ, എൻ്റെ കാര്യം ഞങ്ങളത് പരിചയപ്പെടുത്താതെ ഇത് റിട്ടയർഡ് CA ഉണ്ണിക്കുട്ടി സാറ് പോലീസിലും പടിയത്താണ് ഉള്ളത്. ചെറുപ്പശ്ശേരി ചെറുപ്പശ്ശേരിയാണ്. ഞാൻ സോമസുന്ദരൻ CA ആയിട്ട് റിട്ടയർ ചെയ്തതാണ്. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. പിന്നെ ഇത് ഡോക്ടർ കൃഷ്ണദാസ് പെരുന്നാളിന് അമൃതം ആയുർവേദ ക്ലിനിക്ക് നടന്നത്. അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതൊക്കെ പബ്ലിക് കാര്യങ്ങളൊക്കെ ഇടപെടണം. ഇത് നമ്മൾ KP സൈദാക്ക എന്ന് പറയും. നമ്മുടെ പോലീസിൻ്റെ ഒരു സംസ്ഥാന പ്രസിഡന്റ്, പുള്ളിയുടെ അനിയനാണ് അംസപ്പ. അത് പിന്നെ ഞങ്ങളുടെ ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ സംഘടന ഉണ്ട്. അതിൻ്റെ ജനറൽ സെക്രട്ടറി, ജൂനിയർ ആയിട്ടുള്ള ജനറൽ സെക്രട്ടറി വക്കീലാണ് ആള്. പുള്ളി പിന്നെ ഇവിടുന്ന് ഏട്ടനൊക്കെ പറ്റി താമസിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങള് ആരാണ് ഇവിടുന്ന് എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ടൊന്നും പറഞ്ഞു ഞങ്ങളൊക്കെ പ്രതിനിധീകരിക്കണേ മോളെ. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ഏഷ്യൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന ഉണ്ട്. അതിന്റെ സെപ്റ്റംബർ വരെ വാടക വീട് കിട്ടിയിട്ടുണ്ടോ? അപ്പൊ അവിടെയാണ് ഒത്തിരി താമസിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ കളക്ടറേറ്റിൽ നിന്നൊക്കെ കുറച്ച് സാധനമൊക്കെ കിട്ടി തോന്നുന്നുണ്ട്. ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു. കാരണം നമ്മള് ഈ അർഹിക്കുന്നവർക്കൊന്നും കിട്ടില്ല. നമ്മള് കംപ്ലീറ്റ് വാഷ് ഔട്ട് ആയി ആൾക്കാരാ. ഒന്നും ഇല്ലല്ലോ. ഇതിപ്പോ പോകാത്തവരും നമ്മള് കിട്ടിയെടുത്ത് ബാക്കിയുള്ളവരും പറയുമ്പോ പോകാത്തവർക്ക്, വീടൊന്നും നഷ്ടപ്പെടാത്തവർക്കൊക്കെ എല്ലാ സാധനങ്ങളും ഇത് കിട്ടുക. നമുക്ക് ഗവൺമെന്റിന്റെ എന്ന് പറഞ്ഞ ഒരു സാധനം പോലും പൈസ പോലും ഇപ്പൊ ഞാൻ വേലായിട്ടനോട് പറയാം, ഒരു 10,000 എന്ന് പറയുന്ന ആ പൈസയോ അല്ലെങ്കിൽ ഒരു 300 രൂപ പോലും നമ്മൾ അർഹിക്കുന്നവർക്ക് കയറിയിട്ടില്ല അക്കൗണ്ടിലോട്ട്. നമുക്ക് എന്ന് പറയുമ്പോ നമുക്ക് ഇനി ഒന്നും ഇല്ലല്ലോ. എന്നാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പ് വരുന്നുണ്ട്. എത്തുന്നില്ല. അതാണ് സംഭവം. ഇത് എല്ലായിടത്തും പറ്റുന്നത്. ഈ കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടി തന്നെ 1 മുതൽ തുടങ്ങിയിട്ട് വേണം സാറൊക്കെ. സീറോ ഇവർ എടുത്ത ഡ്രസ്സ് അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് സാർ ഇവര്. കേട്ടോ, ഇവർ പഴയ വീടാണ് കേട്ടോ. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങോട്ട് കാണിച്ചു തരാം. മുനീറിന്റെ വീടൊക്കെ നിങ്ങൾ അടുത്തായിരുന്നോ? പിന്നെ ഞങ്ങൾ നൈബറാണ്. അവര് ഞങ്ങളെ 2ാമത്തെ വീട് തൊട്ടടുത്ത വീടാണ്. എന്റെ സുഹൃത്തായിരുന്നു. മുനീറൊക്കെ രക്ഷപ്പെട്ടോ? മുനീർ, അവന്റെ ഭാര്യ, അവന്റെ മക്കള്, അവന്റെ അനിയൻ, അവന്റെ അമ്മായി എല്ലാവരും മരിച്ചു. ഒരു ഫാമിലി ഒന്നായിട്ട് പോയി, ആരുമില്ല. സോമൻ സാർ, ഇതിലിപ്പോ പ്രധാനമായിട്ട് തന്നെ നമ്മൾ നേരത്തെ കേട്ടുകേൾവിയുള്ള പോലെ ഇരകൾക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. എന്തൊക്കെ കൊണ്ടുവന്ന് ഇവിടെ എവിടേക്കോ എന്തൊക്കെയോ കൊണ്ട് കൊടുത്തു എന്നല്ലാതെ ഇരകൾക്ക് ഇതുവരെ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് അവിടെ തന്നെ ചൂരൽമലയാണ്.
എവിടെയാണ് ഇതൊക്കെ MLA ഒക്കെ ആയിരുന്നുണ്ടെങ്കിലും വീടുന്നല്ലേ ഇവർക്ക് കിട്ടിയായിരുന്നു. വേലായുധൻ MLA-ന്റെ MLA കേരള കിട്ടിയില്ലായിരുന്നു. ഞാൻ പോയി കൽപ്പറ്റ പോയി എഴുതി കൊടുത്തതാണ്. അതിന്റെ വേലായുധേട്ടനെ എഴുതി കൊടുത്തു. അല്ല MLA കേരള ഞാനടക്കം കയറ്റി വിട്ടതാണ്. ഒരു 60-90 വീടുകളുടെ സാധനം 28 ഐറ്റംസ് ഞങ്ങൾക്കത് നമ്മൾ റോട്ടറിയിൽ നിന്നൊക്കെ കുറേ സഹായങ്ങൾ വന്നിരുന്നു. റോട്ടറി ഇന്റർനാഷണൽ MLA-ന്റെ അവിടെ നിന്ന് കട്ടില്, അൽമാറ ഇട്ടിട്ടില്ല, ടേബിള്, ഫർണിച്ചേഴ്സ്, കുക്കറ്, ഫുഡ് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ മുസ്ലിം ലീഗിന്റെ നല്ലോണം സഹായമുണ്ട്. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഏറ്റവും കൂടുതൽ നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നത് അവരെന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ സഹായം MLA-യുടെ എല്ലാവരും കേട്ടോ. പിന്നെ നമുക്ക് വേറൊരു സഹായം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ഇന്നലെ കുറച്ച് കിട്ടി. അതെന്താന്നറിയില്ല. പഞ്ചായത്തിന് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊരു വീടില്ലേ, ഇത് മുസ്ലിം പള്ളിയാണ്. ഇതിന്റെ മുമ്പിലാണ് ഇത് വലത്, ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ വലത് സൈഡിലാണ് മുസ്ലിം പള്ളി, ഇടത് സൈഡിലാണ് ഇവിടെ വീട് കാണിച്ചത്. അത് കറണ്ട് വെച്ച് കറങ്ങി വരും. ഒന്നും കിട്ടുന്നില്ല. കാരണം 28 ഐറ്റം നമ്മള് 2 കട്ടില്, 2 കിടക്ക, പിന്നെ ബക്കറ്റ് ഐറ്റംസ്, അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അയൺ ബോക്സ്, അടുപ്പ്, ഈ കാറ് നിൽക്കുന്നല്ലോ, ഈ കാറ് നിൽക്കുന്ന ബിൽഡിങ്സ് കംപ്ലീറ്റ് മോഡൽ ഭർത്താവിന്റെ ബിൽഡിംഗ്, ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഇതൊരു വാടക കൊടുത്തിരിക്കുന്നത്. അവർക്കുള്ള വരുമാനമാണ് അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ അവർക്കുള്ള വരുമാനം. വേറെ അവർക്ക് പണിയെ തുടങ്ങുന്നില്ല, വേറെ വരുമാനങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഒരു വേട്ടന്റെ വീടാണ് മജീദിന്റെ. പ്ലേസ് അവിടെ ഇല്ല. ഇപ്പൊ ഇതാണ് അവിടെ 2 നില വീടാണ്. ഇവിടെ നിന്നിട്ടുള്ള കംപ്ലീറ്റ് ഇപ്പൊ വീട് വാടകയ്ക്ക് ഒരുപാട് നല്ല ജീവിച്ച ആൾക്കാരാണ്. നമ്മളൊരു സാധാ ലെവലിൽ വന്ന അവരല്ല. നമുക്കത് ഒട്ടും എന്താ പറയാ, ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണല്ലോ കണ്ണുറന്ന് ഇതാക്കുമ്പോൾ ഞങ്ങള് മുണ്ടക്കായില് ഒരാഴ്ചയായിട്ട് ഭയങ്കര മഴയാണ്. അപ്പൊ വീട്ടിൽ നിന്ന് 7 മണിക്കാ പോകുന്നത്. കാരണം മഴ കൂടിയത് കൊണ്ട് ഇപ്പൊ കണ്ടു വീടുന്ന പ്ലേസ് അത് ആ ക്ലാസ് ഭാഗങ്ങളാണ്. ഇപ്പൊ നമ്മൾ കണ്ട ഭാഗങ്ങളാണ് കാണുന്നത്. അതിന്റെ അങ്ങേയറ്റിൽ ഒരു വേറെ അവിടെ 2 റോഡ് ഡൈവേർട്ട് ആയി പോകുന്നത്. അതിലൊരു റോഡിലാണ് മറ്റേ ആ ബിൽഡിങ്ങിന്റെ പകുതിയിലേക്ക് പോകുന്നത്. ഞങ്ങളെല്ലാരും കിടന്ന് എല്ലാരും കൂടിയിട്ട് മീൻസ് പെങ്ങളെ ഹസ്ബൻഡും മോന് പെങ്ങള് പിന്നെ എന്റെ ഏട്ടന്റെ ഭാര്യ ഉണ്ട്, അഡ്വക്കേറ്റ് ജമീല എന്ന് പറയുന്നത്. അപ്പൊ അവരും ഞങ്ങളെ കൂടെയായിരുന്നു. കാരണം മോൻ US-ലാ പഠിക്കുന്നത്. അപ്പൊ മൂപ്പര് CA പേഷ്യന്റ് ആണ്. അപ്പൊ അന്ന് അവന്റെ സർട്ടിഫിക്കറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കോഴിക്കോട് നിന്ന് എന്റെ ഏട്ടത്തിയമ്മ വന്നത്. അപ്പൊ ഞങ്ങളെല്ലാരും കൂട്ടിയിട്ട് ഒരുമിച്ചാണ് എവിടേക്ക് പോകുന്നത്, ചൂരമലയിലോട്ട് പോകുന്നത്. അപ്പോഴും ഏട്ടത്തിയമ്മ പറയുന്നുണ്ട് നമുക്ക് മേപ്പാടിയിലോട്ട് പോവാം. കാരണം ഇങ്ങോട്ട് ഇവിടെയാണ് എല്ലാവരും ഉള്ളത്. നമ്മൾ അവിടെ ഇവിടുന്ന് 18 കിലോമീറ്റർ ഉണ്ട്. 16 കിലോമീറ്റർ ചൂരൽമല, അവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ പെങ്ങളെ വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങളന്ന് താമസിക്കുന്നത്. അപ്പോഴും ഏടത്തിയമ്മ പറയുന്നത് ഇത് സേഫ് അല്ല, നമുക്ക് ഇവിടുന്ന് മേപ്പാടിയിലോട്ട് പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ തലേ ദിവസേ ശരിക്കും പറഞ്ഞാൽ ഉരുള് പൊട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഞാൻ അന്ന് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു, ഹസ്ബൻഡ് വന്നിട്ടില്ല, ഞാനും മക്കളും. അപ്പൊ ഒരു 3 മണിക്ക് 4 മണിയാകുമ്പോ ഏട്ടൻ കോഴിക്കോട് നിന്ന് വിളിക്കുന്നുണ്ട്, നീ എവിടെയാ നിൽക്കുന്നു ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിൽ. അപ്പൊ എന്നോട് ഒന്ന് വേഗം പോയി കൊലായിൽ വാതിൽ തുറക്ക്, ഉരുള് പൊട്ടിയിട്ടുണ്ട്. ഒരു 4 മണിയൊക്കെ ആയ സമയത്ത്. അപ്പൊ വേലായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്, എന്താ അവിടുത്തെ സ്ഥിതി ചോദിച്ചിട്ട് ഇവര് കറക്റ്റ് ടൈമിൽ എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ അന്ന് തന്നെ പുഴയില് പൊട്ടി വന്നിട്ടുണ്ട്. അന്ന് ആ ഒരു 4 മണിയൊക്കെ ആകുമ്പോ നമുക്ക് ഈ ചളിന്റെ മണമൊക്കെ. പിന്നെ പിറ്റേ ദിവസം ഞാൻ വീണ്ടും പോകുന്നത് എന്തിനാ, ഈ പോസ്റ്റ് ഓഫീസ് തുറക്കാൻ വേണ്ടി. പ്രകൃതി നമുക്ക് ശരിക്കും മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പൊട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് മാറി ഗവൺമെന്റ് ഒരു തരത്തിലും മാറി താമസിക്കാൻ വേണ്ടിയുള്ള അനൗൺസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അത്തരത്തിലൊരു അറിയിപ്പോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് അവർക്ക് മാറ്റി താമസിക്കാൻ അനൗൺസ്മെന്റ് ചെയ്യാം, പള്ളിയിലൂടെ അറിയിക്കാം. എന്തെല്ലാം സംവിധാനങ്ങൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും വലിയ ഉരുൾപൊട്ടാനുള്ള സാധ്യത കണ്ടിട്ടും പല ചാനലുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ഇവിടുത്തെ ഭരണകൂടം അതിനെ ശക്തമായി കണ്ടില്ല. പാലം പൊട്ടിയതുകൊണ്ട് ഡൈവേർട്ട് ആയി പോയി. ആ ഒരു 5 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടത്.
അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ പൊട്ടിൽ ഞങ്ങൾ ആ ഇൻ കേസ് അവിടെ രക്ഷപ്പെട്ടിട്ടില്ലേ ഞങ്ങള് തീർന്നു. കാരണം നമ്മുടെ തൊട്ടടുത്ത വീട് ഇങ്ങനെ നിലം കൊത്തുന്നു നമ്മള് കാണുകയാണ്. കുട്ടികൾ കാണില്ല, അത്രയും ചളിയിൽ പൊതിഞ്ഞിട്ട് കാണുകയാണ്. ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഫസ്റ്റ് വന്ന ആൾക്കാർ ഞങ്ങൾ തന്നെയായിരുന്നു. ഫസ്റ്റ് മോളെ ഞാൻ കൊടുത്തത്. നമ്മൾക്ക് പറ്റിയില്ലെങ്കിൽ അവളെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ ചോദിച്ചു. ലാസ്റ്റ് നമ്മൾ വണ്ടി കയറുമ്പോ മോളെ കാണില്ല, ആരിത് ആരുടെ കുട്ടിയാന്ന് വെച്ചിട്ട് അപ്പോത്തിന് JCB-യും ബാക്കിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 900 റോഡൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. ചളി, കാരണം നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ഇങ്ങനെ ചളിയിലാണ് നമ്മൾ വരുന്നത്. നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല, പൂണ്ട് പോവാ. അപ്പൊ നമുക്ക് ഇറങ്ങും തോറും ഇങ്ങനെ താഴ്ന്നതാന്ന് പോവാ. പക്ഷെ അവിടെ 900 ഒരുപാട് ജീപ്പുകൾ ഉണ്ടായിരുന്നു അന്ന്. ആ ഒരു സമയത്ത് അവര് നന്നായിട്ട് അന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരാണ് ഫസ്റ്റ് അവിടെ എത്തിയിട്ട് നമ്മളെ ജീപ്പിലോട്ട് മാറ്റിയാണ്. ഓ ഷുവർ, നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ബാക്കിയുള്ള റെസ്ക്യൂ ടീംസ് ഒക്കെ എത്തുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ പാസ് ചെയ്യുമ്പോഴേ പോലീസും ബാക്കിയുള്ളവരൊക്കെ അങ്ങോട്ടേക്ക് വരണം. അതിന് മുമ്പേ അവിടെ പോലീസുകാർക്ക് എങ്ങനെയല്ലോ മോള് വിളിച്ച് പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞിട്ടാണ് ഇവർ അറിയുന്നത്. അല്ലെങ്കിൽ അതും അറിയില്ല. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പില്ല, മൊബൈലും മറ്റു സംവിധാനങ്ങളൊന്നും ഇല്ല. ഞാനിവിടെ രാത്രി അത് ഇവിടെ വിളിച്ച് 2 മിനിറ്റ് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അപ്പുറത്ത് നോക്കുമ്പോ വെള്ളം, മുന്നില് വെള്ളം. നമ്മള് കാറും കൊണ്ടാണ് വീട്ടിൽ നിന്ന് വന്നത്. പിന്നെ നമ്മളെ വണ്ടിയൊക്കെ അവിടെ നിർത്തിയിട്ടിട്ട് വന്നതാ. നമ്മള് തിരിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വണ്ടിയൊന്നുമില്ല. എപ്പോഴോ വണ്ടിയൊക്കെ പോയി കംപ്ലീറ്റ് അങ്ങോട്ട് എന്താ പറയാ. പടച്ചവൻ ആയുസ് അൽഹംദുലില്ലാ. അതാണ് നമ്മള് പടച്ചവനോട് ഏറ്റവും നന്ദി പറയേണ്ടത്. കാരണം ഇത്രയും ആൾക്കാരെ പടച്ചവന് കൊണ്ടുപോയി. ഇപ്പൊ നമുക്ക് ആ ഒരു ഉമ്മന്റെ ആ മക്കൾക്ക് ആയുസ് തന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മള് പോയി ഉണ്ടാകും. അതിനൊരു മാറ്റമില്ല. 6/9/2014 മേപ്പാടി. 96